ഹായ് സുഹൃത്തുക്കളെ, ഇത് ആൻഡമാനിൽ നിന്നൊരു ദ്വീപാണ്. ഏകദേശം ഒരു ദിവസം ഓടേണ്ടി വരും ഈ ദ്വീപിൽ പോകാൻ വേണ്ടി. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ യദർച്ചയായിട്ട് കണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം അവിടെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടതും കാണാത്ത ഒരുപാട് കാര്യം കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ ഒരു വീഡിയോ. ഇതാരെന്നറിയാമോ? ഇത് മനുഷ്യ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കുറച്ച് മനുഷ്യരാണ്. ആദിവാസി സമൂഹമാണിത്. ഇവർ കടലിൻ്റെ ഒത്ത നടുക്ക് ഒരു ദ്വീപിലാണ് താമസം. ഇവരിപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ ബോട്ടുകൾ പോകുന്നതോറും ഞങ്ങളുടെ ബോട്ട് പോകത്തില്ല, വള്ളങ്ങൾ പോകുമ്പോൾ ഞങ്ങളടുത്ത് എന്തെങ്കിലും ആഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അവരവിടെ നിന്ന് കൈ കാണിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് എറിഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കയ്യിൻ്റെ ബിസ്ക്കറ്റോ വേറെ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു കൊടുക്കും. കാര്യം ഞങ്ങൾ അവരുടെ അടുത്ത് പോകത്തില്ലെന്ന് വെച്ചാൽ, ആ ബോട്ട് ഞങ്ങളടുത്ത് പോകുന്നെങ്കിൽ ഇവർ പെട്ടെന്ന് ചാടി ഞങ്ങളെ ബോട്ടിൽ കയറുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേസായിപ്പോൾ. അത് ഇത്രയും അധികമായിട്ട് അവർ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ട്. ഇത് അവർ താമസിക്കുന്ന വീടാണ്. ഈ ഒരു ദ്വീപിലുള്ള ആൾക്കാരെ മാത്രം ഞങ്ങൾ പകലിൽ കണ്ടുകൊണ്ട്, ഇനിയുമുണ്ട് വേറൊരു ദ്വീപ്. പക്ഷെ ആ ദ്വീപിലുള്ള ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ വീടുകൾ മാത്രം ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ ആലോചിക്കും, ഞങ്ങളൊക്കെ എന്തുമാത്രം സുഖദുഃഖങ്ങൾ അനുഭവിച്ച് കിടക്കുകയാണ്. ഇവരൊക്കെ ഈ മഴയത്തും വെയിലത്തും കറണ്ടും ഇല്ലാതെയും, കറണ്ട് പോട്ട്, വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ പോട്ട്, കുടിവെള്ളം എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളിൽ എത്ര വീടുകളിരിക്കുന്നുണ്ടോ? ഇത് രണ്ട് ദ്വീപാണ്. അപ്പോൾ അവർക്ക് ഈ കടലിൻ്റെ ഒത്ത നടുക്ക് ഒരു ഗ്ലാസ് വെള്ളം, നല്ല വെള്ളം അവരിന്ന് കുടിച്ച് കാണത്തില്ല. അപ്പം ഞങ്ങളൊക്കെ അപ്പോൾ അഹങ്കാരത്തിൻ്റെ പുറത്ത് നമ്മൾ ഓരോ മനുഷ്യന്മാരിങ്ങനെ ജീവിച്ചു പോകുന്നത്. നമ്മുടെ നാട്ടിലാണ് ശരിയാണ്, വെട്ടടാ കുത്തടാ, അവൻ അടിക്കും പിടിക്കും എന്നൊക്കെ നമ്മളൊക്കെ വെല്ലുവിളിച്ചൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള മനുഷ്യരെ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കണം എന്ന് പറഞ്ഞാൽ, അതും ഇന്ത്യയിൽ വളരെ 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 സങ്കടമായിപ്പോയി. കാര്യം അവരെല്ലാം ഒറ്റപ്പെട്ടു പോയി. അവർക്ക് ഇത് ഈ ഒരു ദ്വീപെന്ന് പറയുന്നത് തൊട്ടടുത്ത് ടൂറിസ്റ്റ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ ദ്വീപിലോട്ടൊന്നും പോകത്തില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു ദ്വീപിൽ ഞങ്ങൾ ചൂണ്ടിടാൻ വേണ്ടി ദ്വീപിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ്, അവിടുത്തെ ക്യാപ്റ്റനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ആ ദ്വീപിൻ്റെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിച്ച് എല്ലാവരും ഇരിക്കണം. കാര്യം ആ ദ്വീപിൽ നിന്ന് മനുഷ്യരാരെയും അടുപ്പിക്കത്തില്ല. അപ്പം പണ്ട് കാലത്ത് ഏതോ ഒരു ബോട്ടൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് അമ്പും വില്ലും അവൻ്റെ അമ്പ് വന്ന് തറച്ച് ബോട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കാര്യം അത്ര വലിയ ഡേഞ്ചറായ ഒരു ദ്വീപാണ് അത്. അമേരിക്കയിലെ ഏതൊരു ഒരു യൂട്യൂബർ ആ ദ്വീപിൽ പോയി കൊല്ലപ്പെട്ടെന്നൊക്കെ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്. ആ ദ്വീപാണ്. പക്ഷേ ഞങ്ങൾ അവിടെ പോകത്തില്ല, ഞങ്ങൾക്ക് അത്ര പേടിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.